ക്രിസ്തുവേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം മനുഷ്യനെ പറ്റി പഠിക്കുമ്പോൾ പൊതുവിൽ അവൻ അറിയപ്പെടുന്നത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന്. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവൻ അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും തൻ്റെ സഹജീവികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനും ആ ബന്ധം നിലനിർത്തുവാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ മാനുഷികമായ ചില ബന്ധങ്ങളെ നമുക്ക് നങ്കൂരം പോലെയാണ് എന്ന് പറയുവാനായിട്ട് കഴിയും. അതിപ്പോൾ മനുഷ്യൻ്റെ ആത്മീക ജീവിതത്തിലായിക്കോട്ടെ ഭൗതിക ജീവിതത്തിലായിക്കോട്ടെ ചില ബന്ധങ്ങൾ നങ്കൂരം പോലെയാണ്. അത് നമ്മളെ പിന്നോക്കം വലിച്ച് ദൈവിക പദ്ധതിയിൽ നിന്നും താഴെ ഇറക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ വേറെ ചില ബന്ധങ്ങൾ ചങ്ങല പോലെയാണ്. ദൈവം നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചാലും നമ്മിൽ നിന്ന് വിട്ടുമാറാത്തതായ ചില ബന്ധങ്ങളുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ വേറെ ചില നല്ല ബന്ധങ്ങളുണ്ട്. ചില നല്ല ബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ചിലരുമായിട്ടുള്ള നമ്മുടെ ആത്മീക ജീവിതത്തിലുണ്ടാകുന്ന ബന്ധം, അത് നമ്മുടെ വിടുതലിനും അത് നമ്മുടെ ആത്മീകമായ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും ഒക്കെ കാരണമായിട്ട് തീരുന്നു. ഇന്ന് പകൽക്കാലം ആത്മീകരായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടതായ ചില ബന്ധങ്ങളെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നങ്കൂരം പോലെ നമ്മെ പിന്തുടരുന്നതായ ചില ബന്ധങ്ങൾ, ചങ്ങല പോലെ നമ്മെ പിന്തുടരുന്നതായ ബന്ധങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിൻ്റെയും ഉയർച്ചയ്ക്ക് തടസ്സമായി നമ്മെ പിന്നോക്കം വലിക്കുന്നതായ ബന്ധങ്ങൾ പറിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നമ്മുടെ ആത്മീകമായ ജീവിതത്തിലും ഭൗതികമായ ജീവിതത്തിലും ധൈര്യത്തോടുകൂടെ നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ധൈര്യത്തോട് മുന്നോട്ട് പോയി ദൈവം നമുക്ക് വച്ചിരിക്കുന്നതായ ആ ആത്മീക വളർച്ചയും ആ ആത്മീകമായ അനുഗ്രഹത്തിലും നാം എത്തിച്ചേരുവാൻ ശ്രമിക്കുമ്പോൾ ചില ബന്ധങ്ങളെ നാം മുറിച്ചു മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമതായിട്ട് നാം മുറിച്ചു മാറ്റേണ്ട ഒരു ബന്ധം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില സുഹൃത്തുക്കളുടെ അഭാവം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും നാം മുറിച്ചു മാറ്റേണ്ടതായ ബന്ധങ്ങളാണ്. അതായത് ആത്മീകരായിരിക്കുന്ന നാം പലപ്പോഴും മറ്റുള്ളവരുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ ചിലരുടെ അഭാവം നമ്മുടെ ജീവിതത്തിൽ ആത്മീക വളർച്ചയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ കാരണമായി തീരുന്നു എങ്കിൽ അങ്ങനെയുള്ള ബന്ധം നാം മുറിച്ചു മാറ്റേണ്ടതാണ് എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലരുമായിട്ടുള്ളതായ ബന്ധങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ഫോൺ കോളുകൾ നമ്മളിൽ വിരസതയും ആത്മീക കാര്യത്തിന് തടസ്സവും അതുപോലെ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിനും മുടക്കത്തിനും കാരണമാകുന്നുവെങ്കിൽ ഇങ്ങനെയുള്ളതായ വ്യക്തികളുടെ അസാന്നിധ്യം
നിങ്ങളിൽ ദൈവിക സമാധാനത്തിനും സന്തോഷത്തിനും കാരണമാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളെ എന്തു ചെയ്യണമെന്നറിയാമോ? നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനെയും ലോത്തിനെയും പറ്റി നാം കാണുന്നുണ്ട്. ലോത്തിൽ നിന്ന് അബ്രഹാമിനെ വേർതിരിഞ്ഞതിന് ശേഷം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ അതുവരെയുള്ളതായി അബ്രഹാമിൻ്റെ ജീവിതം നാം ചിന്തിക്കുമ്പോൾ ലോത്ത് ആ ദൈവിക അനുഗ്രഹങ്ങൾ അബ്രഹാം പ്രാപിക്കുന്നതിന് ഒരു പരിധിവരെ തടസ്സമായിരുന്നു. അബ്രഹാം തിരഞ്ഞെടുക്കേണ്ടതായ തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള പ്രയാണം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ലോത്ത് തന്നിൽ നിന്ന് വേർപിരിയുന്നതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ളതായ ബന്ധങ്ങൾ നാം മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ളതായ ആത്മീക ബന്ധത്തിൽ നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ അനാവശ്യമായ ഭാരങ്ങൾ ചുമത്തുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും അനാവശ്യമായ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളുടെ സാന്നിധ്യം നമ്മളിൽ ആത്മീക ഭാരവും വിരസതയും നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമാകും എന്ന് നാം മനസ്സിലാക്കണം. കാരണം പലപ്പോഴും അത് നമ്മളെ ദൈവിക പദ്ധതിയിൽ നിന്ന് ദൈവിക പദ്ധതിയിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അതുമായി മുന്നോട്ട് പോകുന്നതിനും തടസ്സമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളതായ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആത്മീക ബന്ധങ്ങളെ നാം ഒന്ന് ശോധന ചെയ്ത് മുറിച്ചു മാറ്റേണ്ടതായ ബന്ധങ്ങളെ മുറിച്ചു മാറ്റി നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ വിഷമകരമായ സ്വഭാവത്തിന് അടിമകളായിരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ, അതായത് ടോക്സിക് ബിഹേവിയർ ഉള്ളതായ വ്യക്തി ജീവിതങ്ങൾ. അവരുടെ സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നാം തുടരുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന വിഷമകരമായ സ്വഭാവങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകും. അതായത് നാം ഒരു വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ഇരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുവാൻ നമുക്ക് പെട്ടെന്ന് കഴിയണമെന്നില്ല. എന്നാൽ മൂന്നാമതൊരാൾ ആ സ്വഭാവം തിരിച്ചറിയുവാനും ആ വ്യക്തിയുടെ സ്വഭാവത്തെ പറ്റി നമ്മളോട് പറയുകയും ഈ ബന്ധം നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു തരുവാൻ ഇടയായിട്ട് തീരും. അതായത് വിഷമകരമായ സ്വഭാവമുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിരിക്കുന്നതായ അത് ഈ വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മളോട് ഭോഷത്വം പറയുന്ന അഥവാ നുണ പറയുന്നതായ ഒരു സ്വഭാവം ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് പ്രകടമാകും. അവർ നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സവും ഒരർത്ഥത്തിൽ നമ്മളുമായിട്ട് ഒരു മത്സര ബുദ്ധി പ്രകടിപ്പിക്കുന്നവരുമാണ് ഇങ്ങനെയുള്ളതായ വ്യക്തികൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 24-ും 25-ഉം വാക്യം പറയുന്നത്,
കോപശീലനോട് സഖത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും അരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യേകത സ്വഭാവമുള്ളതായ ബന്ധങ്ങൾ, വ്യക്തികൾ, അവർ നമ്മെ വളരെയധികം സ്വാധീനിക്കുവാനും അവർ നമ്മുടെ പ്രവർത്തനങ്ങൾ മേഖലകളിൽ ഇടപെടുവാനും നിരാശയും സംഘർഷ മനോഭാവവും കുഴപ്പങ്ങളും സൃഷ്ടിക്കുവാനിടയാകുന്നു. അപ്പോൾ അങ്ങനെയുള്ളതായ സ്വഭാവവിശേഷതയുള്ളതായ വ്യക്തി ജീവിതങ്ങൾ, അതായത് എന്തു പറഞ്ഞാലും നമ്മെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, നമ്മളെ പലപ്പോഴും നമ്മളോട് ഫോഷത്വം വിളമ്പുന്ന, തുടർച്ചയായി നുണകൾ പറയുന്നതായ സ്വഭാവം ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നു എങ്കിൽ അങ്ങനെയുള്ളതായ വ്യക്തികളെ നാം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശരിയാണ്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹവാനായിരിക്കുന്ന ദൈവമാണ് നമ്മെ വിളിച്ചത്. നമ്മെ വിളിക്കുക മാത്രമല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോൾഡ് ആൻഡ് സെപ്പറേറ്റഡ്. സ്നേഹവാനായിരിക്കുന്ന ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോൾ നാം ആ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അതേ സമയം നമ്മെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്നതായ വിഷയങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എല്ലാ സ്വഭാവങ്ങളെയും നാം സഹിച്ച് നമ്മുടെ ആത്മീക ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുള്ളതല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിനും നമ്മുടെ പ്രാണനെയും നശിപ്പിക്കുന്നതായ സ്വഭാവവിശേഷതകൾ ഉള്ളവരിൽ നിന്ന് നാം അകന്നു കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഒരിക്കലും വിഷമകരമായ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാകരുത്. ഈ ലോകം പലപ്പോഴും വിഷമകരമായ സ്വഭാവ വിശേഷതയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് നാം കാണുന്നു. അതായത് വഴിമുടക്കുകളായിട്ട് നിൽക്കുന്ന, എന്തു പറഞ്ഞാലും നിരാശ നമ്മളോട് പങ്കുവെക്കുന്ന, മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളുടെ ഈ സ്വഭാവവിശേഷമുള്ള വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് നാം അകന്നു കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തെ പറ്റി പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ കർത്താവ് അവനെ ശാസിക്കുന്നു. സാത്താനെ, എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുന്നതായിട്ട് നാം കാണുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആത്മീകരാണ്. നാം ദൈവസ്നേഹം പ്രദർശിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ദൈവം സ്നേഹവാനാണ്. അപ്പോൾ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുവാൻ നാം പ്രാപ്തരാകണം. ഇതിനുത്തമ ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. താൻ തൻ്റെ ആത്മീക ബൗണ്ടറികളെ, ആത്മീക ജീവിതത്തിലെ അതിർവരമ്പുകളെ താൻ സൂക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നാം ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വിളിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീക ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നിലും നാം ചെന്ന് പെടുവാൻ ഇടയാകരുത്. അടുത്തതായിട്ട്, ദൈവത്തോട് ഉള്ള സ്നേഹം കുറവുള്ളതായ വ്യക്തി, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു വ്യക്തിക്ക് കുറവുണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ ആ വ്യക്തികളോട് നാം അകന്നു മാറേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം അതിൻ്റെതായ നിലയിൽ പ്രകടമാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ ഒരു ദൈവിക അടിസ്ഥാനത്തിന്മേലല്ല അദ്ദേഹത്തിൻ്റെതായ ആത്മീക ജീവിതം
പണിയപ്പെട്ടതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട നല്ല മനുഷ്യനോട് തുല്യനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് അടിസ്ഥാനം ശരിയായ രീതിയിൽ ലഭിക്കാത്ത വ്യക്തികളിൽ ദൈവസ്നേഹത്തിൻ്റെ കുറവ്, ദൈവത്തോടുള്ളതായ സ്നേഹത്തിൻ്റെ കുറവ് പലപ്പോഴും കാണുവാറുണ്ട്. ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ, യഥാർത്ഥമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പോൾ ആത്മീകമായി ഫലം പുറപ്പെടുവിക്കാത്ത, ആത്മീക ജീവിതത്തിന് നല്ലൊരു അടിസ്ഥാനമില്ലാത്ത വ്യക്തിക്ക് കാണുന്ന ഒരു സ്വഭാവ വിശേഷതയാണ് ദൈവത്തോടുള്ളതായ സ്നേഹക്കുറവ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നാം അകന്നു മാറേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തതായിട്ട്, നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സമാകുന്നുണ്ടെങ്കിൽ, അതായത് നാം പ്രാപിക്കേണ്ടതായ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് താമസം നേരിടുകയാണെങ്കിൽ, നാം നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. കാരണം ദൈവം നൽകുന്നതായ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ വൈകുന്നു എങ്കിൽ, നാം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ, ആത്മീക ബന്ധങ്ങളെ ഒന്ന് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 12-ാം അധ്യായം, അതുപോലെ തന്നെ 13-ാം അധ്യായത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതായ ഭാഗങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതം തന്നെ വലിയൊരു ഉദാഹരണമാണ്. ദൈവിക അനുഗ്രഹങ്ങൾ താൻ പ്രാപിക്കുന്നത് പലപ്പോഴും തന്നിൽ നിന്ന് അകന്നു മാറേണ്ടതായ ബന്ധങ്ങളെ ദൈവം അകറ്റി മാറ്റിയതിന് ശേഷമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്തതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ദൈവം നൽകുന്ന വലിയൊരടയാളം എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കാരണം നമ്മുടെ സമാധാനം, ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക സമാധാനത്തിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടാകുന്നു. അതുമാത്രമല്ല, ദൈവം നമ്മുടെ നൽകിയ ദർശനത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം ദൃഢത അനുഭവപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആത്മീകവും ഭൗതികവുമായ കാര്യങ്ങളിൽ വളർച്ച ഉണ്ടാകുവാനായിട്ടിടയായിത്തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ നാം കാണുന്നതായ ഒരു പ്രത്യേകത, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നോക്കണമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ്. ആത്മീകരിൽ നിന്ന് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ ഫലം ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നില്ല എങ്കിൽ, ആ ഫലം വരാത്ത അവസ്ഥയിൽ അവനെ ചെത്തി വെടിപ്പാക്കുന്നതായ ഒരു വലിയവനായിരിക്കുന്ന ദൈവമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ചില ബന്ധങ്ങൾ അകന്നു മാറിയതിന് ശേഷം ചിലരുടെ ആത്മീക ജീവിതം വളർച്ചയുടെ പാതയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ വലിയ ദൈവിക സമാധാനം അവർ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. തങ്ങൾക്ക് ദൈവം കൊടുത്തതായ ദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില ബന്ധങ്ങൾ നമ്മളുടെ മുന്നോട്ടുള്ളതായ ഗമനത്തിന് തടസ്സവും, ചില വാതിലുകൾ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നതിന് തടസ്സവുമാകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളതായ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അകന്നതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അവസരങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ വിടുതലും ദൈവീക പദ്ധതിയിൽ നമ്മൾ എന്തു ചെയ്യുന്നറിയാമോ? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, അനുഭവിക്കുവാനായിട്ട് കഴിയും. നാം ഒരിക്കലും ചിന്തിക്കരുത് ഒരു ബന്ധം തുടർച്ചയായി സൂക്ഷിക്കുന്നത്, കാത്തു സൂക്ഷിക്കുന്നത് ദൈവീക പദ്ധതിയാകണമെന്നൊന്നുമില്ല. ഒരു ബന്ധം, നമുക്ക് ദൈവം നൽകിയ ഒരു ബന്ധം, ഏതെങ്കിലും കാലത്ത് നമുക്കുണ്ടായ ഒരു ആത്മീക ബന്ധം നമ്മുടെ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അത് ദൈവിക പദ്ധതി ആകണമെന്നില്ല. കാരണം ഒരു ബന്ധം തകർന്നതിന് ശേഷം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണ്. അതുമാത്രമല്ല, അതിലും വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാൻ അത് ഉപയോഗപ്രദമാണ്. നമുക്കറിയാം, ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതത്തിൽ അവരുടെ ശുശ്രൂഷയിൽ അവർ വേർപിരിയുവാനായിട്ട് അഭിപ്രായ വ്യത്യാസത്തോടുകൂടെ വേർപിരിഞ്ഞു. എന്നാൽ പിൽക്കാലത്ത് അവരുടെ രണ്ടുപേരുടെയും മിനിസ്ട്രി ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ പുതിയ വഴികൾ തുറക്കുവാനായിട്ടിടയായിത്തീരും. അടുത്തതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ചില ബന്ധങ്ങൾ നാം സൂക്ഷിക്കുന്നത് ചിലപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമാകണമെന്നില്ല. പലപ്പോഴും ദൈവം നമ്മളോട് ആവർത്തിച്ചുള്ളതായ മുന്നറിയിപ്പുകൾ ദൈവം നൽകാറുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ബന്ധം മുൻപോട്ട് നാം കൊണ്ടുപോകുമ്പോൾ ദൈവവചനത്തിലൂടെ ആകട്ടെ, മറ്റിതര രീതികളിലാകട്ടെ, ദൈവം നമുക്ക് പലപ്പോഴും മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. പലപ്പോഴും ആത്മീകമായി നമ്മളെ കൈതാങ്ങൽ ചെയ്യുന്ന വ്യക്തികളിലൂടെ, ആത്മീകമായി നമ്മെ ഉപദേശിക്കുന്നതായ നമ്മുടെ ആത്മീക നേതൃത്വത്തിലൂടെ ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇങ്ങനെയുള്ള തെറ്റായ ബന്ധങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതായ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ളതായ മുന്നറിയിപ്പുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് വേദനയ്ക്കും ഭാരത്തിനുമൊക്കെ കാരണമായിട്ട് തീരും. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതുവരെയും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നതായ ആ വ്യക്തിയുടെ ആ സ്വഭാവ വൈശിഷ്ട്യത്തെ പറ്റിയോ, അദ്ദേഹം നമ്മുടെ ആത്മീക ജീവിതത്തിന് ആണ് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ മനസ്സിലാകാതിരിക്കുന്ന, അല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന് കരുതി നാം മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം പറയുന്നത് നീ ആ ബന്ധം വിടണം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മളിൽ വേദന ഉളവാക്കും. പ്രിയമുള്ളവരെ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, ശൗൽ രാജാവിൻ്റെ ജീവിതം
1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം. ദൈവം അവന് മുന്നറിയിപ്പുകൾ കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവവചനം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം എന്തു ചെയ്തു? മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. മറ്റനേക ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ദൈവം മുന്നറിയിപ്പുകൾ കൊടുത്തു. ചിലരാ മുന്നറിയിപ്പുകളെ അവഗണിക്കുവാനും ചിലരാ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി അവരുടെ ആത്മീക ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുവാനും ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ദൈവം നമുക്ക് നൽകുന്നതായ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ അതിൽ പ്രാർത്ഥിച്ച് അതിനെ വിവേചിച്ച് അത് ദൈവത്തിൽ നിന്നുള്ളവയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മൾ മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം ഒരു ബന്ധം നമ്മളിൽ നിന്നും മാറ്റുമ്പോൾ അത് ഒരിക്കലും നാം ചിന്തിക്കരുത് നാം ആ വ്യക്തികളെ തിരസ്കരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിരാകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഡയറക്ഷൻ, ഒരു പുതിയ വഴി കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ദൈവം ഒരു പുതിയ വഴിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ദൈവം ചില ബന്ധങ്ങളെ നിങ്ങളിൽ നിന്ന് ഉടച്ചു മാറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചിലരുടെ അഭാവം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ചില വ്യക്തികളുടെ വിഷമകരമായ സ്വഭാവങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും വളർച്ചയ്ക്കും ഒക്കെ തടസ്സമാകുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നാം അകന്നു മാറേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ ദൈവസ്നേഹമില്ലാത്ത വ്യക്തികളിൽ നിന്ന് നാം അകന്നു മാറേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നാം എന്തു ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വൈകുന്നുവെങ്കിൽ നാം നമ്മുടെ സുഹൃത്ത് വലയത്തെ ഒന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങളെ നാം തിരിച്ചറിയണം. അതിൽ നിന്ന് അകന്നു മാറുമ്പോഴാണ് ഒരു പക്ഷേ നമ്മുടെ ആത്മീകവും ഭൗതികമായ ജീവിതത്തിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ദൈവം നൽകുന്നതായ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ആ മുന്നറിയിപ്പുകൾ വളരെ പ്രാർത്ഥനയോടുകൂടെ വിചിന്തനം ചെയ്ത് നല്ലൊരു ആത്മീക ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.